Hey guys, എന്തായി ഇത് മുബാറക് മിനാമിനും എന്താണ് എല്ലാവരുടെ വിശേഷം? ഞാനിവിടെയൊക്കെ തന്നെയുണ്ട്. ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ എടുത്ത് കുറവായിരുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. എന്താണ് ബിരിയാണി ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ മുബാറക് ഒന്നും കൂടി വെൽക്കം ബാക്ക് ടു ദീജസ് വ്ലോഗ്. ഇതിൻ്റെ കുക്കിംഗ് നടക്കാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ ബിരിയാണിയാണ്. അപ്പോൾ സവാള ഞാനിവിടെ വയറ്റാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾ അപ്പോൾ മസാലയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഇനി കുറച്ച് പരിപാടി കൂടി ഉണ്ട് ചിക്കൻ്റെ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ തറവാട്ടിൽ പോകണം. വണ്ടി അവിടുത്തെ കമ്പനിയുടെ സൗണ്ടാണ്. അപ്പോൾ ഇനി തറവാട്ടിൽ പോകണം. തറവാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാണ്. ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ വാപ്പച്ചിയുടെ തൊട്ട് താഴെയുള്ള അനിയൻ്റെ വീട്ടിലേക്കാണ് പോണത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കയറ്റം കയറി ചെല്ലേണ്ട അവരുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഈ കാണുന്നത് കിറ്റീസ് ഗാർമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കൊച്ചാടെ വീട്. അവിടെ കയറിയതിൻ്റെ ഒന്നും വീടിനടുത്തില്ല. അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിൽ വീഡിയോകളൊന്നും എടുത്തില്ല. ഞങ്ങളത് കഴിഞ്ഞിട്ട് ഇനി നേരെ തറവാട്ടിലേക്കാണ് പോകണം. ഉമ്മ ഇവിടെ ആയിരുന്നു. ഉമ്മ തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നായിരുന്നു. പിന്നെ നേരെ തറവാട്ടിലോട്ട്. തറവാടൊരു പാടത്തിൻ്റെ നടുക്കായിട്ടാണ് തന്നെ. ഒരു സൈഡ് ഫുൾ പാടാണ്. ഫ്രണ്ടും ഒരു സൈഡും നിറച്ച് പാടുമാണ്. അത് കഴിഞ്ഞിട്ട് പറമ്പ്. അപ്പം അവിടെയാണ് നമ്മളിപ്പോൾ വന്നേക്കണത്. ഭയങ്കര വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. നല്ല തണലുള്ള പ്ലേസാണ് കേട്ടോ. അപ്പം ഇവിടെയാണ് സാധാരണ ഉമ്മ ഉണ്ടാവാറ്. ഇന്ന് ഉമ്മ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് കൊച്ചാപ്പാനെ കണ്ടിട്ട് ഇനി ഒരു കൊച്ചാപ്പാൻ്റെ അടുത്തേക്കും പോകാനുണ്ട്. അവിടെയും കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോകും. സിനാൻ അവിടെ ചെന്നപ്പോഴേക്കും ഉറങ്ങിപ്പോയിട്ടാണ്. അവിടെ കിടന്ന് ഉറങ്ങണമായിരുന്നു. അപ്പോൾ എനിക്ക് അളിയമ്മ കയ്യിലേക്ക് എടുത്ത് തന്ന്. അവിടെ എപ്പോഴും എണീറ്റിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ്. അവിടെ ചെന്നപ്പോഴാണ് സിനാൻ എണീക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇനി ചെന്നിട്ട് കുറച്ച് മസാല കൂട്ടാനും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ദമ്മിടാന്ന് വിചാരിച്ചു. അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തീർന്നിരിക്കണമായിരുന്നു. അപ്പം അത് വാങ്ങാൻ വേണ്ടി പോയതാണ്. പിന്നെ കുറച്ച് അച്ചാറും പപ്പടമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അത് വാങ്ങി പോന്നു. ഇപ്പം എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വാപ്പിച്ചിനെ ഇങ്ങോട്ട് വിളിക്കാമെന്ന്. ഞാൻ അങ്ങോട്ട് പോയി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് വേറൊരു പ്ലാനും കൂടി ഉണ്ട്. അതും കൂടി ആകുമ്പോൾ സമയം കുറേ ലാഗാവും. ഞങ്ങളൊന്ന് ഉമ്മച്ചിയുടെ അനിയത്തിയുടെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അത് ലാഗാവും. അതുകൊണ്ട് വാപ്പിച്ചീനെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. ഹേ ഗൈസ്, അങ്ങനെ ഫുഡ് കഴിക്കലും ഒരു റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. പെരുന്നാളിൻ്റെ യാത്രകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. നല്ല വെളിച്ചമുണ്ട് കേട്ടോ. മുഖത്തേക്ക് നല്ല വെട്ടൊടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ യാത്രകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താത്താനെ വിളിക്കാൻ വേണ്ടി പോണേണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഉമ്മച്ചിയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഹായ്. അപ്പോൾ നമ്മളെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ പോണത് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ്. അത് വരുന്നത് ശ്രീബുദ്ധപുരത്താണ്. ശ്രീബുദ്ധപുരത്ത് നിന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഉമ്മച്ചിയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകും. അത് കളമശ്ശേരി HMTയിലാണ്. ഞങ്ങൾ നേരെ ശ്രീബുദ്ധപുരത്ത് നിന്നിട്ട് താത്താനെ വിളിച്ചിട്ട് നേരെ കളമശ്ശേരിയിലേക്ക് പോകണം. അപ്പൊ ക്യാമറ നമ്മൾ തമിഴ്ക്കാർക്ക് കൈമാറി. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എടുത്ത് കാണിക്കാം എന്ന് പറഞ്ഞ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് കാണിച്ചതാണ്. ഞാൻ പറയാമെന്നും പറഞ്ഞ ഫോൺ കൊണ്ടുപോയതാണ്. പൊതുവെ എനിക്ക് കണ്ടിന്യൂഷൻ കിട്ടാറില്ല ടോക്ക് ചെയ്യുമ്പോൾ. കാരണം നമ്മൾ ഒരാളോട് സംസാരിക്കണ പോലെയല്ല ക്യാമറ നോക്കി സംസാരിക്കണത്. അതിന് കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ എൻ്റെ മിക്ക വീഡിയോകളിലും പറയാറുണ്ട്,
സാധാ ഒരു വ്ളോഗ് എടുത്ത് നടക്കാം. യൂട്യൂബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഫോണായിട്ട് ഇങ്ങനെ നടക്കാം, വീഡിയോസ് കുറേ എടുക്കാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നിങ്ങളെ നമ്മുടെ മുമ്പിൽ കണ്ടിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ വ്യൂവേഴ്സിനെ മുമ്പിൽ കണ്ടിട്ട് നമ്മൾ സംസാരിച്ച് വീഡിയോ എടുക്കണം. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ഇമാജിൻ ചെയ്ത് സംസാരിക്കുന്നത് ചിലപ്പോൾ കണ്ടിന്യൂഷൻ കിട്ടില്ല, ചിലപ്പോൾ ചില മെയിൻ വീഡിയോസുകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുപോലെ എന്താണ് പബ്ലിക്കിൽ വെറുതെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർ നമ്മൾ കുറേ ഇങ്ങനെ വീക്ഷിക്കും. അപ്പം ആ ഒരു കുറേ ബുദ്ധിമുട്ടിൽ പിന്നെ വീഡിയോ എഡിറ്റിങ്ങിൽ നമ്മൾ ചിലപ്പോൾ കണ്ടിന്യൂഷൻ കിട്ടി വരുമ്പോൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ബ്ലാങ്ക് ആയി പോകും. അവിടെ നമ്മൾ വോയിസ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതിലൊക്കെ ഞാൻ ഒരു ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഒരു പ്രോ ആയിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂഷൻ എനിക്ക് ആയിട്ടില്ല. അപ്പോൾ ഇത്താത്ത എന്നെ വിളിച്ചു, ഇനി നേരെ കളമശ്ശേരിയിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ഷോർട്ട് കട്ട് എടുത്ത് പോകാൻ പറ്റും കേട്ടോ. മാറമ്പള്ളി ഷോർട്ട് കട്ട് എടുത്താണ് പോണത്. കൊച്ചിൻ ബാങ്ക് വഴിയാണ് പോണത്. അവിടെ എത്തി, എല്ലാവരും ഉണ്ടായിരുന്നു, മാമന്മാരും അമ്മായിന്ന് വെച്ചാൽ ഞങ്ങൾ സുനിമേമി എന്നാണ് വിളിക്കുന്നത്, സുനിമേമി ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചുള്ള നല്ലൊരു ഇതായിരുന്നു അന്ന്. അങ്ങനെ എല്ലാവരും പോയി തുടങ്ങി. ഞങ്ങൾ ഫുഡ് കഴിച്ച് മീൻ ബിരിയാണി കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അവിടുന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഈദ് മുബാറക്. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.